നമ്മുടെ മോഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2 മോഡ്യൂളിൻ്റെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ തീർത്തത്. മോഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് നിങ്ങൾ പഠിച്ച ഏരിയയാണ്. പക്ഷേ ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും അടുത്ത ചാപ്റ്ററിൽ നിന്നും ഒക്കെയാണ് കൂടുതലും എസ്എ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനി ഇത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞങ്ങ് പോകുന്നതായിരിക്കും. തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ഡിഡക്ഷൻസ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇതെല്ലാം ഇൻകം ടാക്സിന്റെ അകത്ത് 5 ഹെഡുകളിൽ കൂടി ഇൻകം കണ്ടെത്തിയതിന് ശേഷം ആ ഇൻകത്തിൽ ഇൻകം ടാക്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് ഈ ചാപ്റ്ററിൽ കൂടി പറയുന്നത്. ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഉള്ള എമൗണ്ടിന്മേൽ മാത്രമാണ് ഇൻകം ടാക്സ് കണക്ക് കൂട്ടേണ്ടതുള്ളൂ. അതിന്റെ ഓരോ മെത്തേഡുകളാണ്. അപ്പൊ ഇതിലെല്ലാം ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അസസിക്ക് തന്റെ ഇൻകത്തിന് ടാക്സ് ലയബിലിറ്റി വരുന്നതിന്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് കൂടുകയും ചെയ്യും. അതിനുവേണ്ടി നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ചില പ്രൊവിഷൻസ് ആണ് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, certain cases some amounts are deemed as income in the hands of the assessee though they are not as his expressed income. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൻകം ആണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എങ്കിലും ചില ഇൻകങ്ങളെ ഒരു അസസിയുടെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. അതും കൂടി അയാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അതിന്മേൽ ടാക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഇൻകത്തിനെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, അഗ്രിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദീസ് ഇൻകംസ് ആർ, നോക്കിക്കേ, അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഇൻ ദ ബുക്ക്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്സ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്ക്. ഇങ്ങനെയുള്ള ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫോർ ദി എബവ് ഐറ്റംസ് ദി അസസി കുഡ് നോട്ട് പ്രൊവൈഡ് എ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ, സോ its source should be to the assessing officer. Such amounts will be included in the income of the assessee. This is called aggregation of income. അപ്പോൾ ഒരു അസസിയുടെ കയ്യിൽ അയാൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ചില ഇൻകങ്ങൾ അയാൾക്ക് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും അത് എന്താണ് എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അയാൾക്ക് പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അസസിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഇൻകം ടാക്സിന്റെ ഓഫീസർക്ക് ഈ എക്സ്പ്ലനേഷൻ കിട്ടാത്ത, എന്നാൽ അയാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന, എന്നാൽ അയാള് ഇൻകം ടാക്സിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള ഇൻകങ്ങളെ അയാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനും കൂടി ടാക്സ് അടപ്പിക്കാനായിട്ട് പറ്റും. അതിനെയാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. സെറ്റ് ഓഫ് മീൻസ്, നോക്കിക്കേ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോസസ് അഗെയിൻസ്റ്റ് ദി പ്രോഫിറ്റ്സ് from another source, another head of income in the same assessment year. ഒരു അസസ്മെന്റ് ഇയറിൽ തന്നെ ഒരു അസസിക്ക് ഏതെങ്കിലും ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് പകരം ലോസ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ ലോസിനെ മറ്റ് ഹെഡുകളിലുള്ള പ്രോഫിറ്റിൽ നിന്നോ
അല്ലെങ്കിൽ മറ്റ് സോഴ്സസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻകത്തിൽ നിന്നോ സെറ്റ് ഓഫ് ചെയ്യാം, അതായത് ഡിഡക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു ഹെഡില് ഇയാൾക്ക് ലോസ് ഉണ്ടാവുകയും എന്നാൽ ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ ഇയാൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബിസിനസ് ആൻഡ് പ്രൊഫഷനിലെ പ്രോഫിറ്റിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ലോസ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള ബിസിനസ് പ്രോഫിറ്റിന് മാത്രം ഇയാൾ ടാക്സ് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ്, സെയിം ഇയറിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, സെറ്റ് ഓഫ് ലോസ് ഓഫ് വൺ ഹെഡ് വിത്ത് ദി പ്രോഫിറ്റ് ഓഫ് അനദർ ഹെഡ് ഓർ അനദർ സോഴ്സ്. ഇനി അടുത്ത ക്ലോസ് നോക്കിക്കേത്. അപ്പൊ അന്നേരം എന്താ ഗുണം കിട്ടുക നോക്കിക്കേ, ഈ പ്രോഫിറ്റ് കൂടി നിന്ന ഒരാൾക്ക് ആ കൂടിയ പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കുന്നതിന് പകരം സെറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള പ്രോഫിറ്റിന് ടാക്സ് കൊടുത്താൽ മതി. Then, if losses cannot be set off in the same year, ഒരേ വർഷം അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ such losses are carried forward to the next assessment year for set off. ഈ വർഷം അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ഇയറിൽ അയാൾക്കുണ്ടായ ലോസിനെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് അയാൾക്ക് 4 ലക്ഷം രൂപയുടെ ലോസ് ഉണ്ട്. ബിസിനസ് പ്രോഫിറ്റിൽ അയാൾക്ക് ഒരു 3 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷത്തിന്റെ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. 3 ലക്ഷത്തിൽ നിന്ന് ആ 3 ലക്ഷം രൂപയുടെ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാം. പിന്നെയും ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ 1 ലക്ഷം രൂപയുടെ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാതെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാതെ കിടപ്പുണ്ട്. അതിനെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിൽ ഏതെങ്കിലും ഇൻകം ഉണ്ടാവുകയും ആ ഇൻകത്തിൽ നിന്ന് ഈ 1 ലക്ഷം രൂപ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു വർഷം സെറ്റ് ഓഫ് ചെയ്യാത്ത ലോസസിനെ നെക്സ്റ്റ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതുവഴി ആ നെക്സ്റ്റ് ഇയറിൽ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു, അഗ്രിഗേഷൻ ഓഫ് ലോസസും ഇൻകവും, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇനി മൂന്നാമത്തതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. നോക്കിക്കേ, ദി അസസി ഈസ് ടാക്സ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഓൺ ഇൻകം ഓൺലി. ഇതാണ് നോർമലി ഉള്ള ഒരു കൺസെപ്റ്റ്. ഒരു അസസിക്ക് അയാളുടെ ഇൻകത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ബട്ട് ഇൻ സർട്ടൻ കേസസ്, കണ്ടോ, ചില കേസുകളിൽ എന്തുണ്ട്, അസസി മേ ബി ടാക്സ്ഡ് നോട്ട് ഓൺലി ഫോർ ദി ഇൻകം ബട്ട് ഓൾസോ ഫോർ ദി ഇൻകം ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരാളുടെ കൂടി ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ഒരു അസസിക്ക് വന്നേക്കാം. അതിന് നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് മൈനർ ചൈൽഡ് ആണ്. ഒരു മൈനർ ചൈൽഡിന് അയാളുടെ എന്തെങ്കിലും ഇൻകം ഉണ്ടായാൽ മൈനർ ചൈൽഡ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഇൻകം ടാക്സ് ചില സമയങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം കൂടി പേരന്റിന്റെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസുകൾക്കാണ് എന്ത് പറയുക, ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയും. ഇവിടെ അതാണ് ക്ലബിംഗ് എന്ന് പറയാം. Then the following are the cases in which the income of others is included in the assessee's income. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ക്ലബിങ്ങുകൾ നടത്തേണ്ടത്, അതായത് ഒരാളുടെ ഇൻകം അല്ലാത്ത ഇൻകത്തിന് അയാളുടെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? 1, നോക്കിക്കേ, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ, if a person transfer the income from an asset without transferring the asset, such income will be included in the income of the transferor. ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടിച്ചേർക്കണം. അതായത് ഇപ്പോ ഒരു പ്രോപ്പർട്ടി, ഒരാൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടാവുകയും ആ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു.
പക്ഷെ ആ വാടക മറ്റൊരാളോട്, തന്റെ മകനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുവിനോടോ തന്റെ ബന്ധുക്കളോടോ ആരോടെങ്കിലും വാങ്ങിച്ചോളാൻ പറയും. അത് നീ എടുത്തിട്ട് നിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അസറ്റിൻ, പക്ഷേ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വീട് അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് റെന്റായിട്ട് കിട്ടുന്ന ഇൻകം മാത്രം രണ്ടാമതൊരാളോട് എടുക്കാൻ പറയും. അങ്ങനെയുള്ള കേസുകളിൽ ആരുടെ പേരിലാണോ വീടിരിക്കുന്നത് അവരുടെ ഇൻകം ആയിട്ട് തന്നെ വേണം ഇത് കണക്കാക്കാൻ, ഈവൻ ദോ ദാറ്റ് ഇൻകം ഈസ് നോട്ട് റിസീവ്ഡ് ബൈ ദി ഒറിജിനൽ ഓണർ ഓഫ് ദി ഹൗസ്. ഓക്കെ, ഒന്നാമത്തെ കേസ് അതാണ്. രണ്ടാമത്തെ, ഇൻകം അറൈസിംഗ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇനി എന്താ നോക്കി, ഇഫ് എ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഈസ് മെയ്ഡ് ഓൺ അനദർ, the entire income from the transferred asset is included in the income of the transfer. A revocable transfer is a transfer which contains a provision to retransfer the whole or any part of the income or asset of the transferor has the right to reassume power over the whole of the period of the income or asset. എന്ന് പറഞ്ഞാൽ ഒരു അസസിക്ക് അയാളുടെ പേരിലുണ്ടായിരിക്കുന്ന ഒരു അസറ്റിന് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഇൻകം കിട്ടുന്ന സമയമാവുമ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇയാൾ ഈ അസറ്റ് മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആരുടെ പേരിലാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അയാൾക്കായിരിക്കും പിന്നെ ആ ഇൻകം കിട്ടുക. അത് കഴിഞ്ഞ് ആ ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ച് ആ അസറ്റ് ഇങ്ങോട്ട് തന്നെ വാങ്ങിക്കും. അസറ്റും അയാൾക്ക് കിട്ടിയ ഇൻകവും ഉൾപ്പെടെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുക. ഇത് നിയമപരമായിട്ട് അനുവദിക്കുന്നതല്ല. കാരണം ആ ഇൻകം കിട്ടേണ്ട സമയമാകുമ്പോൾ ഇൻകത്തിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ ട്രാൻസ്ഫററുടെ പേരിൽ തന്നെ ഇതിന്റെ ഇൻകം കാണിക്കണം, ഈവൻ ദോ ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ ടു ദി അനദർ പാർട്ടി. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത്, എക്സെപ്ഷൻ വെയർ ക്ലബിംഗ് പ്രൊവിഷൻസ് ആർ നോട്ട് അട്രാക്റ്റഡ് ഈവൻ ഇൻ കേസ് ഓഫ് റിവോക്കബിൾ ട്രാൻസ്ഫർ. നമ്മളിവിടെ പറഞ്ഞ എല്ലാ റിവോക്കബിൾ ട്രാൻസ്ഫറുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകവും ട്രാൻസ്ഫററുടെ പേരിൽ തന്നെയാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞാലും ചില കേസുകളിൽ അതിന്റെ ആവശ്യം ഇല്ല. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അതാണ് ഈ താഴെ പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് നോട്ട് റിവോക്കബിൾ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദി ബെനിഫിഷ്യറി ഓർ ട്രാൻസ്ഫറിങ്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തിരിച്ച് ട്രാൻസ്ഫർ ഇങ്ങോട്ട് തിരിച്ചു ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കാതെ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് അയാൾ ജീവിക്കുന്ന അത്രയും കാലം ഉപയോഗിച്ചോ, നീ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം എന്നാണോ അത് കഴിയുമ്പോൾ ആ എമൗണ്ട് അല്ലെങ്കിൽ ആ അസറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കയ്യിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഈ റിവോക്കബിൾ ട്രാൻസ്ഫറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരാണോ ട്രാൻസ്ഫർ അയാളുടെ പേരിൽ തന്നെ അതിന്റെ ഇൻകം ചാർജ് ചെയ്യാം. രണ്ടാമത്തേത്, ട്രാൻസ്ഫർ മെയ്ഡ് ബിഫോർ 1st April 1961 ആൻഡ് നോട്ട് റിവോക്കബിൾ ഫോർ എ പീരീഡ് എക്സീഡിംഗ് 6 years. 61 മുമ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും തുടർന്നുള്ള 6 വർഷക്കാലങ്ങളിലേക്ക് അത് തിരികെ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിവോക്കബിൾ ട്രാൻസ്ഫർ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഈ 2 കേസ് ഒഴിച്ച് ബാക്കി എല്ലാ റിവോക്കബിൾ ട്രാൻസ്ഫറുകളിലും ട്രാൻസ്ഫററുടെ പേരിൽ തന്നെയാണ് ആ അസറ്റിൽ നിന്നുള്ള ഇൻകം കണക്കാക്കുന്നത്. അടുത്തത്, ക്ലബിംഗ് ഓഫ് ഇൻകം അറൈസിംഗ് ഫ്രം സ്പൗസ്. ഇൻകം ബൈ വേ ഓഫ് remuneration from a concern in which the individual has substantial interest. Income by way of spouse, അതായത് ക്ലബിംഗ് ഓഫ് ഇൻകം arising from spouse. തന്റെ സ്പൗസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകത്തിനെ ആരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. 2 ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അതിന് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ഇൻകം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ഇൻകം കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത്. നോക്കാം. ഇൻകം ബൈ വേ ഓഫ് റിമ്യൂണറേഷൻ ഫ്രം എ certain കൺസേൺ ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരാൾക്ക് ഓണർഷിപ്പ് ഉണ്ടാവുകയും ആ ബിസിനസ് സ്ഥാപനത്തിൽ മറ്റൊരാള് ജോലിക്കാരനായിരിക്കുകയും ചെയ്യും. അതായത് ഇപ്പൊ ഭർത്താവിന്റെ പേരിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഭാര്യ ജോലിക്കാരിയായിട്ട് പോവുകയും ഭർത്താവിന്റെ ഈ ഓണർഷിപ്പിൽ ഈ ഓണർ ആയിട്ടുള്ള ഭർത്താവ് തന്റെ എല്ലാ എംപ്ലോയീസിനും സാലറി കൊടുക്കുന്ന കൂട്ടത്തിൽ അതിലൊരു എംപ്ലോയി ആയിട്ടുള്ള തന്റെ ഭാര്യയ്ക്കും സാലറി കൊടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഈ ഭാര്യയ്ക്ക്
ഇൻകം കിട്ടിയത് സാലറി എന്നുള്ള ഇനത്തിലാണെങ്കിലും അത് കിട്ടിയിരിക്കുന്നത് ഭർത്താവിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കേസുകളിലാണ് ഈ കാര്യം പറയുന്നത്. ഇൻ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, all such income which arises to the spouse by way of salary, commission, fee or remuneration from a concern in which the assessee has substantial interest shall be included. അപ്പോൾ ഈ ഭർത്താവിന്റെ ഇൻകം കാണിക്കുന്ന കൂട്ടത്തിൽ ഈ വൈഫിന് കൊടുത്ത സാലറിയും കൂടി ഭർത്താവിന്റെ ഇൻകം ആയിട്ട് അവിടെ കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. However, where the earning spouse has the technical or എന്നാൽ അതിന്റെ കണ്ടീഷൻ നോക്കിക്കേ, where the earning spouse has the technical or professional qualification to earn the income, this provision does not apply. എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് ശമ്പളം കൊടുത്തിരിക്കുന്നത് ഭാര്യ അവിടുത്തെ ജോലിക്കാരിയാണ്, പക്ഷെ അവർക്ക് ഉള്ള ഒരു ടെക്നിക്കൽ നോളജ് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ്സിങ്ങിന് ഉള്ള ഒരു കഴിവുണ്ട്, അതല്ലെങ്കിൽ തയ്യൽ സ്റ്റിച്ചിങ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ്ങിനുള്ള കഴിവുണ്ട്, അതിന്റെയൊക്കെ അങ്ങനെയുള്ള ആ ഭാര്യയ്ക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവിന്റെ പേരിലാണ് അത് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഭർത്താവിന്റെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യം ഇല്ല, ഭാര്യയുടെ ഇൻകമായിട്ട് തന്നെ കണക്കാക്കാം. Then where both husbands and wife have substantial interest in the concern and both are in respect of income from the said concern, such income will be included in the hands of the spouse whose total income excluding this income is higher. ഇനി രണ്ടാളുകൾക്കും ഈ കൺസേണിൽ സ്ഥാപനത്തിൽ ഓണർഷിപ്പ് ഉണ്ടാകുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഇതിന്റെ ഓണർഷിപ്പിലും അവകാശമുണ്ട്. ഭാര്യയും ഭർത്താവും അവിടുത്തെ ജോലിക്കാരായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കേസിൽ രണ്ടുപേർക്കും ഇൻകം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഇൻകം ഒഴിച്ച് ബാക്കിയുള്ള ഇൻകങ്ങൾ മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ കൂടുതൽ ഇൻകം വരുന്നത് അവരുടെ കൂട്ടത്തിലേക്ക് രണ്ടുപേരുടെ സാലറികളും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, then where any such income is once included in the total income of either spouse, income arising in the succeeding year shall not be included in the total income of the other spouse. ഒരിക്കൽ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും അതേപോലെ തന്നെയുള്ള അതേ കണ്ടീഷനിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഇൻകം ക്ലബ് ചെയ്തിരിക്കണം. An individual has substantial interest in the concern where he has equity share carrying not less than 20% voting right in the case of company, or such person is entitled to not less than 20% of the profit in case of other concern. ഒരു 20% വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു സ്ഥാപനത്തിൽ ഒരാൾക്ക് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്ത് കിട്ടുക, ഈ പറഞ്ഞ കൺസേൺ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നുള്ള പരിധിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. 20% താഴെയാണ് ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അതിനെ ഈ പറഞ്ഞ ക്ലബിങ്ങിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് സെക്ഷൻ 64(1) സബ്സെക്ഷൻ 2ന്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇതുപോലുള്ള അടുത്ത കേസാണ് ഇൻകം അറൈസിംഗ് ടു ദ സ്പൗസ് ഫ്രം ആൻ അസെറ്റ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. അതായത് ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും ആ അസറ്റിന് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഫലമായിട്ട് കൺസിഡറേഷൻ തിരികെ ഒന്നും വാങ്ങിക്കാതിരിക്കുകയും ചെയ്താൽ അങ്ങനെ കൊടുക്കുന്ന അസറ്റിൽ നിന്ന് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്ത ആളുടെ പേരിൽ തന്നെ ഉൾക്കൊള്ളിക്കണം. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് ഏതിനകത്ത് വരുന്നത്, ഈ ക്ലബിംഗ് ഓഫ് ഇൻകം ഫ്രം സ്പൗസ് എന്ന് പറയും. ഇനി അഞ്ചാമത്തെ ഒരു ടൈപ്പ് ഇതാണ് 64(1)(7) transfer of asset for the benefit of the spouse. Okay, where an asset is transferred to a person without adequate consideration and income from such transferred asset is used by the transferee to the benefit of the transferor spouse, such income shall be clubbed in the income of the transfer. അതായത് ഹസ്ബൻഡിന്റെ പേരിലുള്ള ഒരു അസറ്റിനെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഭാര്യയല്ല മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ വ്യക്തി ആ അസറ്റിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുകയും ആ ഇൻകം ഈ ഭാര്യയുടെ ഉപയോഗത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിലും ആ ഇൻകത്തിന്റെ ബെനിഫിറ്റ് ഇയാളുടെ ഭാര്യയ്ക്ക് തന്നെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഇൻകത്തിനെ ട്രാൻസ്ഫർ ചെയ്ത ഹസ്ബൻഡിന്റെ പേരിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിരിക്കും. നെക്സ്റ്റ് ഈസ് ഇൻകം അറൈസിംഗ് ടു സൺസ് വൈഫ് from the asset transferred without adequate consideration by the father-in-law. Father-in-law തന്റെ മകന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന അസറ്റ്, അതും ഇതേ കണ്ടീഷൻ തന്നെയാണ്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്
ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. ഭാര്യയുടെ മകന്റെ ഭാര്യയ്ക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അസറ്റ് ആണെങ്കിൽ അത് അങ്ങനെയാണ്. ദെൻ ക്ലബിംഗ് ഓഫ് മൈനർ ഇൻകം, ഇത് നോക്കിയേക്കുക, സെക്ഷൻ 64(1)(a). ഇത് ചില സമയങ്ങളിൽ ചോദിക്കുന്നതാണ്. സാധാരണയായിട്ട് ഇൻകം, മൈനറുടെ ഇൻകത്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഓൾ ഇൻകം ഓഫ് എ മൈനർ ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ഹിസ് പേരന്റ്. എല്ലാ ഇൻകങ്ങളും പേരന്റിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഹൗഎവർ, നോക്കിക്കേ, ദ ഇൻകം ഡിറൈവ്ഡ് ബൈ ദ മൈനർ ചൈൽഡ് from manual work or from any activity involving his knowledge or experience will not be included in the income of his parent. ഒരു മൈനർ ചൈൽഡ് അയാളുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും നോളജോ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ കഴിവുകളോ വെച്ച് നേടിയെടുക്കുന്ന ഇൻകം ആണെങ്കിൽ അതിനെ ഒരിക്കലും പേരന്റിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഇപ്പൊ മൈനർ ചൈൽഡ് ആയിട്ടുള്ള ഒരാൾക്ക്, 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ആൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയും. അയാൾ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നടത്താനായിട്ട് പോയി. മ്യൂസിക്കൽ കൺസേർട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതിന്റെ റിമ്യൂണറേഷൻ കിട്ടി. അത് അയാളുടെ തന്നെ ഇൻകം ആയിട്ട് കണക്കാക്കാം, പേരന്റിന്റെ ഇൻകം ആക്കണ്ട. ദെൻ ഇൻകം ഓഫ് ദി മൈനർ വിൽ ബി ഇൻക്ലൂഡ് ഇൻ ദി ഇൻകം ഓഫ് ദി പേരന്റ് ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ. ഓർത്തേക്കുക, കണ്ടോ, ഏത് പേരന്റിന്റെ ഇൻകത്തിന്റെ കൂട്ടത്തിലാണ് മൈനറുടെ ഇൻകം കൂട്ടുന്നത്? രണ്ട് പേരന്റ്സിനും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ ഇൻകം ആണോ കൂടുതലുള്ളത് അയാളുടെ കൂട്ടത്തിൽ തന്നെ ഇത് കൂട്ടിച്ചേർക്കണം. Once clubbing of minor income is done with the parent, it will continue to be included in the parents only. ഒരാളുടെ കീഴിൽ ഒരിക്കൽ കൂട്ടിച്ചേർത്താൽ, ഇപ്പോൾ ഒരു മൈനർ ചൈൽഡിന്റെ ഇൻകം ഒരു തവണ ഫാദറിന്റെ കൂട്ടത്തിലെ ഇൻകം ആയിട്ട് കണക്കാക്കിയെങ്കിൽ തുടർന്നുള്ള എല്ലാ സമയങ്ങളിലും അത് ഫാദറിന്റെ ഇൻകം ആയിട്ട് തന്നെ വേണം കണക്കാക്കാൻ. Then where the marriage does not subsist, the income of the minor will be included in the income of the parent who maintain the child. ഇനി പേരൻസ് തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതാണെങ്കിൽ, അതായത് അവർ ഡൈവോഴ്സ്ഡ് പേരൻസ് ആണ്, അവരുടെ ചൈൽഡിനെ മൈനറുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മൈനർ ചൈൽഡിന് കിട്ടുന്ന ഇൻകത്തിനെ ഇതിൽ ഏത് പേരന്റ് ആണോ, ഫാദർ ആണോ മദർ ആണോ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആ കുട്ടിയെ പരിപാലിക്കുന്നത്, അവരുടെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ കൂട്ടണം. Where the income of the individual include the income of his minor child, he is entitled to an exemption of such income subject to a maximum of 1,500 per child. മൈനർ ചൈൽഡിന്റെ ഇൻകം ഒരു പേരന്റിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ ആ പേരന്റിന് ഒരു മൈനർ ചൈൽഡിന് 1,500 രൂപ എന്നുള്ള കണക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ, എക്സംഷൻ എടുക്കാൻ പറ്റും. പൈസ അത്രയും കൂടി ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാനായിട്ട് പറ്റും. ക്ലബിംഗ് പ്രൊവിഷൻ ഈസ് ആപ്ലിക്കബിൾ ഈവൻ വെൻ ദ മൈനർ ഈസ് എ മാരീഡ് ഡോട്ടർ. മൈനർ ചൈൽഡിനെ മാരീഡ് ആണെങ്കിലും, നമ്മളിപ്പോൾ ചൈൽഡ് മാരേജ് ഒന്നും നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല എങ്കിലും അതൊക്കെ നടക്കുന്നുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ആ തരത്തിൽ മാരി ചെയ്തതാണെങ്കിലും മൈനർ ആണെങ്കിൽ അവരുടെ ഇൻകം പേരന്റിന്റെ കൂട്ടത്തിൽ കൂട്ടും. However, the income of the minor child suffering from any disability in section 80U shall not be included in the income of the parent but shall be assessed in the hands of the child. ഡിസബിലിറ്റി അനുഭവിക്കുന്ന ആളാണെങ്കിൽ 80U, നമ്മൾ ഡിഡക്ഷൻസ് പറയുമ്പോൾ അപ്പോൾ കാണാം 80U എന്ന് പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഡക്ഷൻ ആണ് 80U. ആ 80Uവിൽ പറയുന്ന ഡിസബിലിറ്റി ഉള്ള ഒരു മൈനർ ചൈൽഡ് ആണെങ്കിൽ ആ മൈനർ ചൈൽഡിന്റെ ഇൻകം പേരന്റിന്റെ കൂട്ടത്തിൽ കൂട്ടണ്ട, ആരുടെ കൂട്ടത്തിൽ തന്നെ, ആരുടെ ഇൻകം ആയിട്ട് കണക്കാക്കിയാൽ മതി, മൈനറുടെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കിയാൽ. നെക്സ്റ്റ് ഈസ് ക്രോസ് ട്രാൻസ്ഫർ. ഇൻ കേസ് ഓഫ് ക്രോസ് ട്രാൻസ്ഫർ, ദ ഇൻകം ഫ്രം ദി അസറ്റ് ട്രാൻസ്ഫേർഡ് വുഡ് ബി included in the hands of the deemed transferor if the transferors are closely connected to form a single transaction for the other transfer. And example നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. A makes a gift for 60,000 to B. A Bക്ക് ഒരു 60,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ടാക്കും, കൊടുക്കും. The wife of his brother B for the wife of his brother B for purchase of a building and a simultaneously gift by B to A's minor son for purchase of
share. A makes a gift of rupees 60,000 to B, the wife of his brother. Okay, B എന്ന് പറയുന്ന the wife of his brother B for purchase of a building and a simultaneously gift by B to A's minor son for the purchase of share. അതായത് എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളുടെ വൈഫിന്, ബി എന്ന് പറയുന്ന എയുടെ ബ്രദറാണ്, എയുടെ ബ്രദർ ആയിട്ടുള്ള ബിയുടെ വൈഫിന് 60,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് എ നൽകുന്നു. അതുപയോഗിച്ച് ഈ പറഞ്ഞ ബി ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നു. ബിയുടെ വൈഫിന് 60,000 രൂപയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് ഉപയോഗിച്ച് ബി ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നു. സൈമിൾട്ടേനിയസ് ഗിഫ്റ്റ് ബൈ ബി ടു എസ് മൈനർ ചൈൽഡ് ഫോർ ദ പർപ്പസ് ഓഫ്, അതേസമയം എ എന്ന് പറയുന്ന ആളുടെ മൈനർ ആയിട്ടുള്ള ചൈൽഡിന്റെ കയ്യിലേക്ക് ബി എന്ന് പറയുന്ന ആൾ, അതായത് സഹോദരൻ, എന്ത് ചെയ്യുന്നു? തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് ഉപയോഗിച്ച് എ ഒരു ഷെയർ വാങ്ങിക്കും. അപ്പൊ ഈ രണ്ട് കേസുകളിൽ ഒരാള് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, പകരം തിരിച്ച് അങ്ങോട്ടേക്കും കൊടുക്കുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോസ് ട്രാൻസ്ഫറുകൾ എന്ന് പറയുക. ഒരാൾ അങ്ങോട്ടും മറ്റേ ആൾ ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോ ഇൻകം, അപ്പോ നോക്കിക്കേ, ഇൻകം ഫ്രം ദി അസറ്റ് ട്രാൻസ്ഫേർഡ് വുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡീംഡ് ട്രാൻസ്ഫറർ ഇഫ് ദ ട്രാൻസ്ഫറേഴ്സ് ആർ ക്ലോസ്ലി കണക്റ്റഡ്. ഇങ്ങനെ ആണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്ത ആൾ ആരാണോ അയാളുടെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ വേണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഈ അസറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻകം ഉൾപ്പെടുത്തി കാണിക്കാൻ. അതാണ് ആ ക്ലോസിൽ പറയുന്നത്. Then conversion of self-acquired property into the property of HUF. നമ്മൾ സ്വന്തമായി ഏൺ ചെയ്ത പൈസ കൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയും ആ പ്രോപ്പർട്ടി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പ്രോപ്പർട്ടിയുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്താൽ, where an individual who is a member of HUF converts his individual property into the property of HUF without adequate consideration, the income from such property shall be included in the income of the transfer. അങ്ങനെ അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമില്ല. Where the converted property has been partitioned, അങ്ങനെ കൊടുത്ത പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്താൽ, the income derived from such property to the spouse of the individual will be included in the income of the individual who converted the property. ആരാണ്? ഒരാള് HUF-ലേക്ക് തന്റെ പ്രോപ്പർട്ടി കൺവേർട്ട് ചെയ്യുകയും HUF ആ പ്രോപ്പർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ എമൗണ്ടിനെയും എല്ലാവർക്കുമായിട്ട്, ആ HUF-ന്റെ എല്ലാ മെമ്പേഴ്സിനുമായിട്ട് വീതിച്ചു കൊടുക്കുകയും ചെയ്താൽ, ആരുടെ പ്രോപ്പർട്ടിയാണോ HUF-ലേക്ക് ആദ്യം കൊടുത്തത് അയാളുടെ ജീവിത പങ്കാളിക്ക് കിട്ടുന്ന പോർഷൻ കൂടി ഇയാള് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. Where the income from the converted property is included in the income of the individual, it should be excluded from the income from house property. അത് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഇൻകത്തിൽ കൂട്ടിയാൽ പിന്നെ HUF-ന്റെ ടാക്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ സ്പൗസിന്റെ ടാക്സ് കാണുമ്പോഴോ ഇതൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. അടുത്തത് ഇൻകം ഇൻക്ലൂഡ് ലോസ്. ഇൻകം വുഡ് ഇൻക്ലൂഡ് ലോസ്. ഇൻകം എന്ന് പറയുമ്പോൾ അതിന്റെ പരിധിയിൽ നഷ്ടങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം. ദാറ്റ് മീൻസ് അക്കോർഡിംഗ്ലി the income clubbed is a loss. Such loss will also be considered while computing the total income of the individual. This applies to both section 64. അതായത് ഒരിക്കലും ഒരു ഇൻകം ക്ലബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കൂട്ടത്തിൽ ലോസുകളും ക്ലബ് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്കുണ്ടാവുന്ന ലോസ് മറ്റൊരാളുടെ ലോസിലേക്ക് ക്ലബ് ചെയ്യുന്നതിന് തെറ്റില്ല. Liability of person in respect of income included in the income of the another person. Liability of a person in respect of income included in the income of the another person. Okay, the notice for payment of tax for the income clubbed will be served to the person to whom the transfer is made. That is the transfer. Thus, the transferee is liable to pay the tax levied on the transfer. ഈ പറഞ്ഞ ട്രാൻസ്ഫറർ എന്ന് പറയുന്ന ആള് ട്രാൻസ്ഫറിക്ക് ഒരു അസറ്റ് കൊടുക്കുകയും പക്ഷെ ആ അസറ്റിൽ നിന്ന് കിട്ടേണ്ട ഇൻകം ട്രാൻസ്ഫററുടെ ഇൻകത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ട്
ആ ടാക്സ് പേ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ട്രാൻസ്ഫറിക്കായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലബ് ചെയ്യപ്പെട്ട ഇൻകത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടാക്സ് ട്രാൻസ്ഫററുടെ പേരിലാണ് ടാക്സ് കാണുന്നതെങ്കിലും അത് പേ ചെയ്യേണ്ട ഉത്തരവാദിത്തം ട്രാൻസ്ഫറിക്ക് ആയിരിക്കും. ഇത്രയും കണ്ടീഷൻസ് ആണ് അതിൻ്റെ അകത്ത് നമുക്ക് ഈ ക്ലബിങ്ങിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു 12 കണ്ടീഷൻസ് പറയുന്നത്. ഇനി ഇതിനെ കുറിച്ചുള്ള 1-2 പ്രോബ്ലംസ് ആണ് നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്ത് പോകും.